സമയത്ത് നമുക്ക് തോന്നിപ്പോയി. അതെ, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി യു മേക്ക് ഇറ്റ് ഔട്ട്. എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലൊക്കെ ആസിഫിക്ക എന്ന ആക്ടറിനെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണോ? ഉറപ്പായിട്ടും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസിഫിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഇപ്പം നിങ്ങൾ പെർഫോമിലേക്ക് കാണുന്ന സമയത്ത് ഞാൻ പ്രസൻറ്റ് കാലഘട്ടത്തിൽ ചെയ്ത സമയത്ത് ആസിഫിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ പെർഫോമൻസിലേക്ക് ഈ ഡയലോഗ്സും പരിപാടി എല്ലാം കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആസിഫ് വാസ് ദെയർ ടു സപ്പോർട്ട് മീ ഓൺ ഫ്ലോ. ജോഫിൻ വാസ് ദെയർ, ജോൺ ഉണ്ടായിരുന്നു, ഡയറക്ടർ ജോഫിൻ, എൻ്റെ സ്ക്രിപ്റ്റ് ജോൺ, അപ്പു ചേട്ടൻ, ക്യാമറാമാൻ, എവറിബഡി വാസ് ദെയർ. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ സംഭവം ഒപ്പിച്ചിട്ടുണ്ട്. പ്ലീസ് ഡ്രാമ, ഇറ്റ്സ് എ ത്രില്ലർ ഡ്രാമ, ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. സോറി, 2025 തുടക്കം ഹിറ്റ് ആവട്ടെ അല്ലേ? ആവട്ടെ ആവട്ടെ, നിങ്ങൾ ഇത്ര കൂടെ പ്രൊമോട്ട് ചെയ്തിട്ട് ആവട്ടെ. വലിയൊരു ട്രിബ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ മൂവി. ബിക്കോസ് ഇത് ഒരു 3-4 തവണ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോർഡിനേറ്ററും കൂടി ഞാൻ ഈ മൂവിൻ്റെ കാവ്യ ഫിലിം കമ്പനിയുടെ ഭാഗമായിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു മൂവിയാണ്. ഐ ഫീൽ എല്ലാ ആക്ടേഴ്സിനും ഇതിനകത്ത് ഒരു 100ഓളം പേര് അഭിനയിച്ചിട്ടുണ്ട്. എന്നെ പോലെ ചെറിയ ആക്ടേഴ്സൊക്കെ ആയിട്ട് ഓഡീഷൻസിലൂടെയും അല്ലാതെയൊക്കെ വന്നു. ഐ ഫീൽ ഇതൊക്കെ അവർക്കാണ് കൂടുതലും ഭയങ്കര സ്പെഷ്യലാവുന്നത്. ഈ മൂവി നല്ലൊരു മൂവി ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. പ്രൊഡക്ഷൻ സൈഡിൽ കൂടി പറയുന്നില്ല. പ്രൊഡക്ഷൻ സൈഡിലായതുകൊണ്ട് പറയുമ്പോൾ മേ ബി ഇറ്റ് സൗണ്ട്സ് കുറച്ച് ഓവറായിരിക്കും, പക്ഷേ അത്ര ഫീലൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നുണ്ട്. മമ്മൂക്കയെ കാണിച്ചാണ് അടിപൊളി. അതിനകത്ത് എയിൽ വന്നേക്കുന്ന മറ്റേ ബോട്ടിൽ വിജയാന്തിനെ കാണിക്കുന്ന പോലെ തന്നെ മമ്മൂക്ക ഇതിനകത്ത് കാണിക്കുന്നത് നല്ല സിനിമയാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണും. നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടമാണ്, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഞെട്ടിച്ചോ? നല്ല പടം, അത്രേ പറയാൻ പറ്റും. നല്ല അഭിനയം, നല്ല ആസിഫ് അലിയും പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. സിനിമ കാണുക എന്നുള്ളത്